നിലവിൽ ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഇടപാടാണ് പരിശോധിക്കുന്നതെങ്കിലും 2014 ശേഷം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ സകല ഇടപാടുകളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ അത് ദേവസ്വം വിജിലൻസ് ശേഖരിച്ചു വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് 2023 ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു നീക്കം ഒരു ഇടപാടുകൾ അത് വിലക്കി, പുള്ളിയുടെ ഒരു നീക്കം വിലക്കി എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നെയ്യഭിഷേകത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റി പണപ്പിരിവ് നടത്തിയതായി ദേവസ്വം വിജിലൻസിന് ഇപ്പോൾ ചില കണ്ടെത്തലുകളുണ്ട്. പണപ്പിരിവ് ഈ നെയ്ത്തേങ്ങകൾ ശേഖരിച്ച് അഭിഷേകം നടത്തി നൽകുന്ന കാര്യത്തിലാണ്. 2021 മുതൽ 2023 വരെ എത്തിച്ചത് 10,001 നെയ്ത്തേങ്ങകൾ. വിവിധ ഇടങ്ങളിലെ ഭക്തരിൽ നിന്ന് നെയ്ത്തേങ്ങകൾ ശേഖരിക്കും. പമ്പയിൽ നിന്ന് ട്രാക്ടറുകളിൽ സന്നിധാനത്ത് എത്തിക്കും. അഭിഷേകം നടത്തി പ്രസാദം ഭക്തർക്ക് മടക്കി നൽകുകയും ചെയ്യും. ഇതുവഴി പിരിച്ചത് ലക്ഷക്കണക്കിന് രൂപയാണ് എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. 2023 ഇത് കണ്ടെത്തുകയും പിന്നാലെ ഇക്കാര്യം ദേവസ്വം ബോർഡ് തന്നെ വിലക്കുകയും ചെയ്തിരുന്നു. സാധാരണഗതിയിൽ നെയ്ത്തേങ്ങകൾ ആചാരപ്രകാരം എത്തിക്കേണ്ടത് ഇരുമുടിക്കെട്ടിലാണ്. എന്നാൽ ഈ 2 വർഷവും ദേവസ്വം ബോർഡിന്റെ വിവരമനുസരിച്ച് ഈ 2 വർഷവും 2021 മുതൽ 2023 വരെയുള്ള 3 വർഷം, അതിൽ 2 വർഷം ഈ രീതി തുടർന്നപ്പോഴാണ് ദേവസ്വം ബോർഡിന് ഇടപെടേണ്ടി വന്നത്. അതടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട പല വിധത്തിൽ ശബരിമലയെ ബന്ധപ്പെടുത്തി ഇയാൾ നടത്തിയ പല വിധത്തിലുള്ള അനധികൃത ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അത് ദേവസ്വം വിജിലൻസ് ശേഖരിച്ചു വരികയാണ്.